പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഫയും മർവയും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഏതാനും കാര്യങ്ങൾ ഞാൻ ഇവിടെ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നസ്സഫാ വൽ മർവ മിൻ ശആഇരില്ലാഹി ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവ്വ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. സഫയും മർവയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട്. കഅബക്കടുത്ത 2 കുന്നുകളാണ് സഫയും മർവയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും മക്കയിൽ ഉപേക്ഷിച്ച് തനിച്ചാക്കി പോയ സംഭവമാണ് സഅയ് എന്ന സംഭവമാണ് ഹജ്ജിൽ ഉള്ളൊരു കർമ്മത്തിന് അടിസ്ഥാനം. അന്ന് മക്ക ജനവാസമില്ലാത്ത, വെള്ളമോ ഭക്ഷണമോ ഇല്ലാത്ത ഒരു രാജ്യമായിരുന്നു. അവിടെയാണ് ഇബ്രാഹിം നബി ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും തനിച്ചാക്കി പോകുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് അദ്ദേഹം അവരെ അവിടെ നിർത്തിയത്. അത് ഹാജറ ബീവിക്ക് അതുകൊണ്ട് ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് വലഞ്ഞ ഹാജറ ബീവി സഫാ കുന്നിലേക്ക് ഓടി. അവിടെ വെള്ളം കണ്ടില്ല. അങ്ങനെ അവർ മർവയിലേക്ക് ഓടി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 7 പ്രാവശ്യം അവർ ഓടിക്കൊണ്ടിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന സംസം എന്ന വെള്ളം കിണർ അവിടെ ഉണ്ടാവുന്നതും അത് ഉപയോഗിക്കാൻ തുടങ്ങിയതും. അങ്ങനെ ആ സഫാ മർവയിൽ ഓടിയ അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഹജ്ജിൽ ഇന്ന് വിശ്വാസികൾ സഫാ മർവയിലൂടെ നടക്കുന്നത്. ഇന്ന് സൗദി ഗവൺമെൻറ് അതിന് പുതുതായി വളരെയേറെ സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൂടെ കെട്ടിടം പണിയുകയും വെയിലും മഴയും കൊള്ളാത്ത രൂപത്തിൽ സഅയ് നടത്താനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ഇന്ന് സഅയിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു വിഷമവും ഇല്ല. നമ്മൾക്കെല്ലാവർക്കും ഹജ്ജ് ഉംറയും ചെയ്യാത്തവർക്കും ചെയ്തവർക്കൊക്കെ ഇനിയും അതിനുള്ള അവസരം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.